ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സുഖമല്ല എല്ലാവർക്കും? എൻ്റെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എടുക്കാൻ ഉണ്ടായ ഒരു സാഹചര്യം പറയാം. ഈ കഴിഞ്ഞ ഏപ്രിൽ 16 എൻ്റെ അമ്മുമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ അമ്മ. അമ്മക്ക് അറൗണ്ട് ഒരു 95 ഇയേഴ്സ് ഉണ്ടായിരുന്നു. മരിച്ചതിൻ്റെ 7 നാൾ വരെ ഞങ്ങളെല്ലാവരും ഫാമിലി ഫുള്ള്, അതായത് അമ്മക്ക് 7 മക്കളാണുള്ളത്, 5 ആണും 2 പെണ്ണും. അപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞ് അമ്മയുടെ 7 നാൾ വരെ ഞങ്ങൾ ഫുൾ ഫാമിലി തറവാട്ടിലാണ്. ഉച്ചക്കത്തെ ഫുഡ്, രാത്രിയിലെ ഫുഡ്, എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുക. രാത്രി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിരിയണത്. ഒരു ദിവസം ഇതേപോലെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചുമ്മാ അകത്തേക്കൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കുമാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഒരു വീഡിയോ ചെയ്താലോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് എൻ്റെ തറവാടാണ്. നാളത്തെ സാഹചര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. നാളെ തറവാട് പൊളിക്കേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ പിന്നെ ഇത് ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓർമ്മയാണെങ്കിലും നമ്മൾ പിന്നെ മറന്നു പോകും. അപ്പോൾ എനിക്ക് തോന്നി വീഡിയോ ചെയ്യാനുള്ളൊരു മെയിൻ കാര്യം കൂടി ഉണ്ട്. ബിക്കോസ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എൻ്റെ തറവാട് 100 വർഷത്തിന് മേലെ പഴക്കമുള്ളത് കൂടിയാണ്. ആലോചിച്ച് നോക്ക്, 100 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. അതുമാത്രമല്ല, നമ്മൾ യാതൊരുവിധ റിനോവേഷനും നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടില്ല. അതിൽ ഒരു ആഡ് ഓൺ എന്ന് പറയാൻ മാത്രം അമ്മക്ക് വയ്യാണ്ടായപ്പോഴേക്കും നമ്മളൊരു യൂറോപ്യൻ ക്ലോസറ്റ് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് യാതൊരു റിനോവേഷൻ നമ്മളിവിടെ ചെയ്തിട്ടില്ല. 100 വർഷം മുമ്പ് എങ്ങനെയാണോ നമ്മുടെ കാരണവന്മാരൊക്കെ ഈ വീട് പണിതത്, ഇന്നും അതുപോലെ തന്നെയാണ് വീട് നിൽക്കുന്നത്. സോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ തറവാട് വീടാണ്. പണ്ടത്തെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ തറവാടിൻ്റെ അകത്ത്. ആൻഡ് ഈച്ച് ആൻഡ് എവറി കോർണർ ഹാസ് എ സ്റ്റോറി ടു ടെൽ. അതുപോലെ ചൈൽഡ്ഹുഡ് മെമ്മറി ഉണ്ട് നമുക്കിവിടെ. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ തറവാട് വീട്. തറവാട് എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് തറവാടാണ്. കാരണം ഞങ്ങൾ കസിൻസ് ഉണ്ട്, ഞങ്ങൾ ഒരുപാട് കസിൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അയൽവക്കത്ത് കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും വന്ന് ഇവിടെയാണ് മെയിൻ കളിയെല്ലാം ഇവിടെ തന്നെയാണ്. കൂടുതലും സമയം സ്പെൻഡ് ചെയ്യണത് ഇവിടെ തന്നെയാണ്. ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് വീട്. ആ നിൽക്കുന്നതാണ് എൻ്റെ അപ്പൻ്റെ പെങ്ങളാണ്. ആൻഡ് മൈ ഫാദർ ഈസ് ഹിയർ. ഇവിടെ തീ കൂട്ടുവാണ് അപ്പൻ. സേ ഹായ്, ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട് വീടെന്ന് പറയണത്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയണത്. പണ്ട് നല്ല കുഴമണ്ണായിട്ട് കിടന്ന സ്ഥലമാണ് ഗൈസ് ഇത്. ഇപ്പോൾ അങ്ങനെയല്ല, കുഴമണ്ണൊക്കെ പോയി. അപ്പം നമുക്ക് നമ്മുടെ വീട് നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ. ഒരുപാട് നൊസ്റ്റാൾജിക് ഉള്ളൊരു വീടാണ് കേട്ടോ ഇത്. പണ്ടത്തെ വീടിൻ്റെ പ്രത്യേകത അറിയത്തില്ലേ? നീണ്ട സിറ്റ് ഔട്ട് ആയിരിക്കും. കോലായി എന്നൊക്കെ പറയും നമ്മൾ. നീണ്ട സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് കണ്ടത് എൽ ഷേപ്പിലാണ് ഈ സിറ്റ് ഔട്ട് പോയേക്കുന്നത്. എൽ ഷേപ്പിൽ സിറ്റ് ഔട്ട് പോയത് നമ്മൾ പഴയ അലമാര എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഗൈസ്, ഈ സ്റ്റെപ്പ് പോലും ഞാൻ എൻ്റെ പഴയ ഒരു കുഞ്ഞത്തെ ഫോട്ടോ ഞങ്ങളുടെ സൈഡിൽ കൊടുക്കാം. സെയിം, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് കേട്ടോ ഡോറ്. ഇതൊക്കെ അന്നത്തെ ഡോറ് തന്നെയാണ്. ഡോറ് തുറന്ന് വരുമ്പോഴേക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. കൈ കൊണ്ട് കാണിച്ചാറ. ഹായ്. ഇത് എൻ്റെ അപ്പൻ്റെ പെങ്ങളാണ്. ഇതാണ് നമ്മുടെ അകത്തെ സ്പേസ് എന്ന് പറയുന്നത്, തറവാടിൻ്റെ അകം. ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ആ കർട്ടൻ എടുത്ത് മാറ്റിയല്ലേ? അമ്മ മരിച്ചപ്പോൾ മാറ്റിയതാണോ? ആ, ഇവിടെ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. കുഞ്ഞിലത്തെ ആ ഫോട്ടോയിൽ ഒരു കർട്ടൻ ഉണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ കർട്ടൻ എടുത്ത് മാറ്റിയത്. ഇവിടെയാണ് അമ്മ കിടന്നേച്ചത്. ഇവിടെയാണ് അമ്മ കിടന്നേച്ചത്. ആൻഡ് ഇത് അമ്മയുടെ അമ്മയല്ലേ? ഇത് അമ്മയുടെ അമ്മ. ഇതാണ് നമ്മുടെ അമ്മ. ഇത് അപ്പ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഫോട്ടോ ഗൈസ്. ഈ ഫോട്ടോ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ പഴയ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാം. ആ ഫോട്ടോയിൽ ഞങ്ങളുടെ ഒരു 3 വയസ്സുള്ളപ്പോൾ എടുത്ത ഫോട്ടോ ആയിരിക്കാം. അന്ന് തൊട്ടുള്ള
വോളിലെ ഫ്രെയിംസ് ആണ് ഇതൊക്കെ. ഇപ്പോഴും ഉണ്ട് നമുക്ക് ഈ ഫ്രെയിംസ്. ഇതൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. ആൻഡ് നട നോക്ക്, പഴയ കാലത്തെ നട. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഇടക്കല്ലേ പോകുന്നത്, കുറച്ച് നാളായില്ലേ. ഇവിടെ ഒരു ഇങ്ങനെ സ്റ്റാൻഡ് ഉണ്ട് തിരി വെക്കാനൊക്കെ ആയിട്ട്. ഫ്ലോറൊക്കെ കണ്ട. ആ ടേബിൾ എടുത്ത് അങ്ങോട്ട് ഇട്ടല്ലേ. മച്ചാണ് ഗൈസ്. ഇവിടെ നമ്മളൊരു ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നേ, ലൈക്ക് ദിസ് ടേബിൾ. ഇത് കണ്ടോ, പണ്ടത്തെ ഡോറിൻ്റെ ഒരു ഇത് ഞാൻ പറയാം. ലോക്ക് ഇതാ ഇവിടെ ഇതിനകത്താണ്. മൈക്കാണ് ഇത് കണ്ട. ഇതാണ് ലോക്ക് എന്ന് പറയുന്നത്. നമ്മളിത് പൂട്ടിയിട്ട് ഈ സാധനം ഇങ്ങനെ ഹുക്ക് ചെയ്യുമല്ലോ. ഞാനൊരു മെമ്മറി പറയാം. ഇപ്പം അവിടെ കിടക്കുന്ന ടേബിൾ ഇവിടെ കിടന്നത്. ഞങ്ങൾ കസിൻസിലെ ഏറ്റവും ഇളയ കസിൻ എന്ന് പറയുന്നത് ആൽബിയാണ്. ആൽബി കുഞ്ഞിലെ, ഞങ്ങൾ കുഞ്ഞാണ്, അപ്പം അതിലും കുഞ്ഞാണ് ആൽബി. അതായത് ഞങ്ങളിവിടെ വീടിൻ്റെ അകത്ത് സാറ്റ് കളിക്കുന്ന ടൈമിൽ ഇവിടെ ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിൽ ആൽബി കുഞ്ഞാണല്ലോ, അപ്പം നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. ആ ടേബിളിൽ കയറാൻ നോക്കിയപ്പോഴേക്കും അങ്ങനെ കമ്മന്നടിച്ച് വീണിട്ട് ചെറുക്കൻ്റെ തല ഉടക്കിയത് ഇവിടെയാണ്. ഈ ഹുക്കിലാണ് അവൻ്റെ തല ഉടക്കിയത്. തല പൊട്ടി ചോരയൊക്കെ വന്ന് അന്ന് ആകെ സീനായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിലെ. നമ്മൾ ഈ പഴയ വീടൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു സംഭവമുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന പുത്തൻ വെള്ളം ഇടുന്ന സ്ഥലമാണ്. പുത്തൻ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിതതാണത്. ഇത് കഴിഞ്ഞ് ഇതൊരു ബെഡ്റൂം. ഇപ്പം ആരും ലൈറ്റ് തെളിയുവാ? ഓക്കെ. ഏത് വവ്വാല? ഇതൊരു ബെഡ്റൂം ആയിരുന്നു. ഇത് പഴയ അലമാര, ചെതലരച്ച് പോയി. പഴയ ബെഡൊക്കെ കിടപ്പുണ്ട് ഇവിടെ. ഈ റൂം ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല, പക്ഷേ കുറേ മെമ്മറി ഉണ്ട് കേട്ടോ ഇവിടെ. കുറേ മെമ്മറീസ് ഉണ്ട്. എത്ര പേര് കിടന്നത്? ഗൈസ്, ഈ റൂമിനെ കുറിച്ച് ആന്റിക്ക് എന്തോ പറയാനുണ്ട്. എത്ര പേര് കിടന്നത്? 5 മക്കളും മരുമക്കളും. അമ്മയുടെ 5 മക്കളും മരുമക്കളും. അപ്പേടാ 5 മക്കളും അവരുടെ മരുമക്കളും കിടന്ന ബെഡ്റൂമാണത്. അത് കഴിഞ്ഞ് ഇവര് കല്യാണം ചെയ്ത് വന്നപ്പോഴല്ലേ, കല്യാണം ചെയ്യൂല, അപ്പൊ എടുത്താണ് അതും അപ്പുറത്തെ മുറി 2 പക്ഷെ അപ്പുറത്തെ മുറി കുഞ്ഞായി പോയല്ല. ഇതിലും കുഞ്ഞാണല്ലേ. പിന്നെ അതൊരു ബാത്റൂമിൽ എത്ര ആണല്ല. ഞങ്ങള് കിടന്നിട്ടുണ്ട് ആ മുറിയില്. അപ്പച്ചി അമ്മയുടെ അടുത്ത് മോൻ കിടന്നു. എന്നാലും മോൻ്റെ അടുത്ത് പോയി കിടന്നിട്ടുണ്ട്. സിയായി അവിടെ അപ്പച്ചി അമ്മച്ചനും കൂടെ ആയിരുന്നു. മോൻ പോണവരെ അമ്മയുടെ കൂടെ ആയിരുന്നു. വേറെ നിങ്ങളെ 2 പേര്. ഞങ്ങളത് 2 വയസ്സ് വരെ, 3 വയസ്സ് വരെ. നിങ്ങളെ 3 വയസ്സ് വരെ ഉണ്ടായിരുന്നു നിങ്ങളുടെ. അമ്മ പറഞ്ഞു 5 വയസ്സ് കഴിഞ്ഞിട്ട് അവരെ വിടാൻ പറ്റൂ. അതായത് 3 വയസ്സായപ്പോഴേക്കും ഇറക്കി വിട്ടു. അപ്പോൾ ഗൈസ്, കുറേ തലമുറ കിടന്ന റൂമാണിത്. നമുക്കിനി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഇത് വേറൊരു കൈൻഡ് ഓഫ് ഒരു മുറിയാണ്. ഈ ടേബിളിൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. ഈ ടേബിളാണ് അവിടെ കിടന്നുവെച്ചത്. നമ്മളന്ന് അമ്മ മരിക്കണേൻ്റെ അന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടതാണിത്. ആൻഡ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ് മച്ച്. ഏണിയൊക്കെ ഉണ്ട്. മച്ച് ഞങ്ങൾ കുഞ്ഞിലെ ഏറ്റവും കൂടുതൽ തവണ ഞങ്ങൾ കയറിയിട്ടുള്ളതാണ് ഇതിനകത്ത്. മച്ചിൽ അന്ന് കുഞ്ഞായിരുന്നല്ലോ, അന്നിപ്പോൾ അത്ര സീനില്ലായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ കയറാൻ നിന്നാൽ ഞാനും മച്ചും കൂടി താഴെ കിടക്കും. മച്ചൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് നമുക്ക്. ആൻഡ് ഇതാണ് ആൻറ്റി പറഞ്ഞ വേറെ മുറി. ഇത് ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു, അമ്മക്ക് വയ്യാണ്ടായപ്പോഴേക്കും നമ്മളിവിടെ ഒരു എക്സ്ട്രാ യൂറോപ്യൻ ക്ലോസറ്റ് ആഡ് ചെയ്ത്. ബട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ഈ റൂമിൽ കിടന്നുറങ്ങിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ചേട്ടന്മാരായിട്ട് കിടന്നുറങ്ങിയതൊക്കെ. ആൻഡ് ഇതാണ് നമ്മുടെ അടുക്കള. പിന്നെ അടുക്കളയിലോട്ട് പോവാം. സ്റ്റിൽ പഴയ അടുപ്പുണ്ട്. പണ്ട് അമ്മക്ക് അത്യാവശ്യം നല്ല ഇവിടെ നടക്കുന്ന ഒരു ഇതുവരെ അമ്മ ഇവിടെ പുറത്ത് പുളിമരം ഉണ്ട്. പുളിയെ എടുത്ത് നമ്മളിവിടെ അമ്മ ഇട്ട് ഇങ്ങനെ ഉണക്കുമായിരുന്നു ഗൈസ്.
ഇതൊക്കെ പഴയത് തന്നെയാണ്, ഇതൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല, ഈ അടുപ്പെല്ലാം. ആൻഡ് ഇതൊക്കെ ഫ്ലോറ് പഴയ ഉണ്ടാവല്ലല്ലോ ഈ സാധനം, പഴയ കാലത്തെ പാത്രം. ഇനി നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടിലേക്ക് വരുവാണെങ്കിൽ ഇതെന്ത് കല്ലാണ്? ഇത് അരകല്ല്. ഇവിടെ ഒരു അരകല്ലുണ്ട്. ഇവിടെ ഒരു ആട്ടുകല്ലല്ലേ ഇത്, അമ്മിക്കല്ല്. ഇവിടെ ഒരു അമ്മിക്കല്ലുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്. പഴയ വീടിൻ്റെയൊക്കെ പ്രത്യേകത അറിയാമല്ലോ, ബാത്റൂം ദൂരെ ആയിരിക്കും വീട്ടിൽ നിന്ന്. നമ്മുടെ ഈ അകത്ത് ക്ലോസറ്റ് വെക്കാനുള്ള കാരണം തന്നെ നമുക്ക് തീരെ നടന്ന് അവിടം വരെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അകത്തേക്ക് ബാത്റൂം മാറ്റിയത്. ഇതാണ് ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഇത് പഴയ ആമാടപ്പെട്ടിയാണ് ഗൈസ്. ഇതിൻ്റെ മൂടിയൊക്കെ പോയിട്ടാ, പഴയ പെട്ടിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കുളമുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, അത്രയും നൊസ്റ്റാൾജിയ ഉള്ളൊരു സ്ഥലമാണ് ഇതൊക്കെ. കുളം. ആൻഡ് ഗൈസ്, നമ്മുടെ തറവാട് വീടിൻ്റെ 2 വീട് പുറകിൽ കായലാണ്. ഇതൊക്കെ ബാക്ക് സൈഡ്. ഇത് അപ്പൻ്റെ 2ാമത്തെ ചേട്ടൻ്റെ വീടാണ്. എല്ലാവരുടെയും വീട് അടുത്തടുത്താണ്ടാ. ഇത് അപ്പൻ്റെ 2ാമത്തെ ചേട്ടൻ്റെ വീട്. ആ കാണുന്നൊരു വൈറ്റ് പെയിൻ്റ് ഉണ്ടോ, അത് ഏറ്റവും ഉള്ള അനിയൻ്റെ വീടാണത്. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് നന്ദി പറയുന്നത് ഈ ഒരു കാര്യത്തിനാണ് ഗൈസ്. എനിക്ക് നല്ലൊരു ബാല്യം തന്നതിന്. ഓർത്തിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ. പക്ഷെ നമുക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ല. ടൂലി, സാറ്റുകളി, ഓടിപ്പിടുത്തം, തൊങ്കി കളിക്കണത്, ക്രിസ്മസിനൊക്കെ തോട്ടിലിറങ്ങി മരം വെട്ടി മരം ഉണക്കി അതിനൊക്കെ പെയിന്റ് അടിച്ചിരുന്ന ഒരു കാലം, ഓണത്തിന് എല്ലാ പറമ്പിലും കാട്ടിലും കയറി പൂ പറിച്ച് അത്തം ഇട്ടിരുന്ന കാലം, അങ്ങനെ എല്ലാം നല്ലൊരു ബാല്യം കിട്ടി വളർന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ തറവാട് വീട് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് തറവാട് കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് എല്ലാ മുക്കും മൂലയും കാണിച്ചിട്ട് ഒരെണ്ണം ചെയ്യണമെന്നായിരുന്നു. ഞാൻ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് കൂടുതലും വീഡിയോസ് ചെയ്യണത് നാളെ എനിക്കത് കണ്ട് എന്താ പറയുക, എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടുതലും വീഡിയോസ് ഞാൻ ചെയ്യണത് അതിന് വേണ്ടി തന്നെയാണ്. നാളത്തേക്ക് വേണ്ടിയിട്ട് എൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇതും ചെയ്തത് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. നാളെ ഇത് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ എനിക്ക് ഇരുന്ന് കാണാം. ഇപ്പം അമ്മയുടെ വീഡിയോ ഇട്ട സമയത്തും അമ്മ മരിച്ചതിൻ്റെ അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കസിൻസൊക്കെ ചോദിച്ചു നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന്. പക്ഷേ ഈവൻ ഞാൻ അമ്മയുടെ കൂടെ എപ്പോൾ ടൈം സ്പെൻഡ് ചെയ്താലും ഞാൻ അമ്മയുടെ കൂടെ വീഡിയോസ് എടുക്കും, ഫോട്ടോസ് എടുത്ത് കൂട്ടും. കാരണം അതെനിക്ക് കീപ്പ് ചെയ്യാൻ ഞാൻ അത്ര ആഗ്രഹിക്കണതുകൊണ്ടാണ്. അമ്മയായിട്ടുള്ള കോൺവെർസേഷൻസ്, സ്റ്റിൽ ഐ ക്യാൻ ഹിയർ ഹെർ വോയിസ്. ഇപ്പോഴും എനിക്ക് അമ്മയുടെ സൗണ്ട് കേൾക്കണമെന്ന് തോന്നി എനിക്ക് വീഡിയോസ് എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ എനിക്കതെല്ലാം മെമ്മറീസാണ്, എല്ലാം മെമ്മറീസ് തന്നെയാണ്. മെമ്മറീസിന് വേണ്ടിയിട്ടാണ് ഞാൻ സൂക്ഷിക്കുന്നത്. എൻ്റെ തറവാട് വീട് ഞാൻ ഷൂട്ട് ചെയ്തത് അതിന് വേണ്ടിയിട്ടാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.